അപ്പോൾ നമ്മളിതാ മൊഡ്യൂൾ 2 കയറുവാണ്. മൊഡ്യൂൾ 2 സോളിഡ്സ്. സോളിഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം അറിയാനായിട്ടുള്ളത് ഇവിടെ ഫസ്റ്റ് ക്വാർട്ടർ ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഫസ്റ്റ് ക്വാർട്ടർ ക്വസ്റ്റ്യൻസ് മാത്രം. സോ ഫസ്റ്റ് ക്വാർട്ടർ ക്വസ്റ്റ്യൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? നമുക്കിവിടെ ഒരു XY ആക്സിസ് ഉണ്ടാവും. ആ XY ആക്സിസിന് താഴ്ഭാഗം ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്, മുകൾ ഭാഗം വേർട്ടിക്കൽ പ്ലെയിൻ ആണ്. ഇത് ഫിക്സഡ് ആണ്. നമ്മൾ ലൈൻസിൽ ചെയ്ത പോലെ 4 ക്വാഡ്രന്റിനെ പറ്റിയും പഠിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം പഠിച്ചാൽ മതി. സോ ഈ ഒരു സിസ്റ്റത്തിനെ നമുക്ക് 6 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. സോ ഓർഡർ വരുമ്പോൾ 1, 2, 3, 4, 5, 6. സോ ഇതിന് ടോട്ടലി 6 പാർട്ടായിട്ടുണ്ട്. സോ ഇത് തമ്മിലൊരു കണ്ടിന്യൂസ് ഫ്ലോ ഉണ്ട്. ഈ ഫ്ലോ പാറ്റേൺ ബ്രേക്ക് ആവാൻ പാടില്ല. ഓക്കെ അല്ലേ? സോ ഈ പാറ്റേൺ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് വെച്ചേക്കണം. ഓക്കെ അല്ലേ? സോ ഈ പാറ്റേൺ നമ്മൾ ഒരു കാരണവശാലും ബ്രേക്ക് ചെയ്യരുത്. ഫസ്റ്റ് ഫിഗർ വരുന്ന HP-യിലാകാം, ചിലപ്പോൾ VP-യിലാകാം. സോ അത് ക്വസ്റ്റിൻ്റെ അകത്ത് റെസ്റ്റിംഗ് കണ്ടീഷൻ പറയും. റെസ്റ്റിംഗ് ഓൺ HP ആണോ റെസ്റ്റിംഗ് ഓൺ VP ആണോ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഫിഗർ വരുന്നത്. അവിടെ നിന്ന് നമുക്ക് ഒരു കണ്ടിന്യൂസ് വേവ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ വരച്ചോണം. ഓക്കെ അല്ലേ? ഇനി നമുക്കിവിടെ ബേസ് ഫിഗേഴ്സ് വരയ്ക്കാനായിട്ട്, നമ്മുടെ ആദ്യത്തെ ഫിഗേഴ്സ് വരയ്ക്കാനായിട്ട് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് പ്രധാനമായിട്ടും 6 കണ്ടീഷൻസ് ആണ് ഇവിടെ വരുന്നത്. സോ ഈ 6 കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് അതിൽ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് കണ്ടീഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ എന്താണ് കണ്ടീഷൻസ്? നമ്മൾ സാധാരണ ഒബ്ജക്ട്സ് വരയ്ക്കുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് വരയ്ക്കുന്നത് അല്ലേ? നമ്മൾ ഒബ്ജക്ട്സ് വരയ്ക്കുന്നത് ലെഫ്റ്റിൽ നിന്ന് ടുവേർഡ്സ് റൈറ്റിലോട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. സോ ടുവേർഡ്സ് റൈറ്റിലോട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് പറയുന്ന കണ്ടീഷനെ നമ്മൾ വരയ്ക്കുന്ന ഫിഗറിൻ്റെ വലത് ഭാഗത്ത് റൈറ്റ് സൈഡിൽ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, സോ ആദ്യം എന്തൊക്കെ കണ്ടീഷൻസ് ആണ് നമുക്കുള്ളത് നോക്കാം. സോ അതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്തോ ഒരു ഒബ്ജക്ട്സ് ഉണ്ടെന്ന് നോക്കണം. സോ നമുക്ക് പഠിക്കാനുള്ള എല്ലാം റെഗുലർ ഫിഗേഴ്സ് ആണ്, റെഗുലർ ഫിഗേഴ്സ്. സോ റെഗുലർ ഫിഗേഴ്സിലോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ട്രയാങ്കുലർ ഒബ്ജക്ട്സ് ആണ്. 3 സൈഡഡ് ഒബ്ജക്റ്റ്. അവിടെ നിന്ന് 4 സൈഡഡ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള റെക്റ്റാങ്കിൾ ആൻഡ് സ്ക്വയർ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് പെൻറ്റഗണൽ ഒബ്ജക്ട്സ് ഉണ്ട്. അവിടെ നിന്ന് ഹെക്സഗണൽ ഒബ്ജക്റ്റ് ഉണ്ട്. സോ ഈ ഓരോ ഒബ്ജക്ട്സിൻ്റെയും ഇൻറ്റീരിയർ ആംഗിൾ നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കണം. സോ ട്രയാങ്കിൾ ഒബ്ജക്ട്സ് വരുമ്പോൾ ഒരു ആംഗിൾ എന്ന് പറയുമ്പോൾ 60 ഡിഗ്രിയാണ്. റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ഒബ്ജക്ട്സ് വരുമ്പോൾ 90 ഡിഗ്രിയാണ് നമ്മൾ. പെൻറ്റഗണൽ ഒബ്ജക്ട്സ് വരുമ്പോഴത്തേക്കും 108 ഡിഗ്രിയാണ്. ഹെക്സഗൺ വരുമ്പോൾ 120 ഡിഗ്രിയാണ് നമുക്കുള്ളത്. സോ ഇതിന് പുറമെ നമുക്കിനി പഠിക്കാനുള്ളത് സർക്കുലർ ഒബ്ജക്ട്സ് ഉണ്ട്. സർക്കുലർ ഒബ്ജക്ട്സ്. സർക്കുലർ ഒബ്ജക്ട്സ് നമുക്ക് ആംഗിൾ വേണ്ട, പകരം എന്താണ്, റേഡിയസ് മാത്രം മതി വരയ്ക്കാനായിട്ട്. സോ ഇത്രയും ഒബ്ജക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി ഒബ്ജക്ട്സിന് പുറമെ നമ്മൾ പറഞ്ഞു നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. സോ എന്തൊക്കെയാണ് ആ കണ്ടീഷൻസ് നമുക്ക് നോക്കാം. സോ ഒന്നാമത്തെ കണ്ടീഷൻ ബേസ് എഡ്ജ് കണ്ടീഷൻ. ബേസ് എഡ്ജ് കണ്ടീഷൻ. സോ എന്താണ് ബേസ് എഡ്ജ് എന്ന് പറയാം? വൺ എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഒരു ക്ലോസ്ഡ് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ നമുക്കൊരു ക്യൂബ് എടുക്കാം. നമ്മുടെ വീട്ടിലേക്ക് റുബിക്സ് ക്യൂബ് ഉണ്ടാവും. സോ ഒരു ക്യൂബ് അല്ലെങ്കിൽ ഒരു പ്രിസം നമ്മുടെ കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു ക്യൂബ് എടുത്താൽ മതി. ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ ഫേസസും സ്ക്വയേഴ്സ് ആയിരിക്കും. ബേസിൽ സ്ക്വയർ ആയിരിക്കും, ടോപ്പിൽ സ്ക്വയർ ആയിരിക്കും, 4 ചുറ്റിനും സ്ക്വയേഴ്സ് ആയിരിക്കും.
സോ ഇങ്ങനെ ഒരു ക്യൂബ് നമ്മളെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 6 ഫേസസ് ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും 2 അഡ്ജസൻറ്റ് ഫേസസ്, സോ ടോപ്പ് ആവാം സൈഡ് ആവാം, രണ്ടും കൂടെ മീറ്റ് ചെയ്യുമ്പോൾ ഒരു ലൈൻ ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ എഡ്ജ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഏതാണ് ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും കൂടെ മീറ്റ് ചെയ്യുന്ന ഭാഗത്താണ് XY ആക്സിസ് ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ആ സെയിം പരിപാടി തന്നെയാണ്. ഓക്കെ, സോ 2 അഡ്ജസൻറ്റ് ഫേസസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു എഡ്ജ് ഫോം ചെയ്യും. അതുപോലെ 2 അഡ്ജസൻറ്റ് എഡ്ജസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോർണർ കിട്ടും. ഓക്കെ, സോ എന്താണ് ബേസ് എഡ്ജ് കണ്ടീഷൻ? ഞാനിവിടെ പെൻറ്റഗൺ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. പെൻറ്റഗൺ, സോ പെൻറ്റഗൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് മിഡ് ഫിഗർ ആയിട്ട് വരും. ഓഡ് നമ്പർ ഓഫ് സൈഡുള്ള ഒബ്ജക്റ്റ് ആണ്. സോ ബേസ് എഡ്ജ് കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഫിഗറിൻ്റെ വലത് ഭാഗത്തായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു എഡ്ജ് വരണം. സോ എങ്ങനെ വരയ്ക്കാം? നോക്കിയേ, നമ്മൾ വരയ്ക്കുന്ന ഫിഗറിൻ്റെ വലത് ഭാഗത്തായിട്ട് ഒരു എഡ്ജിനാദ്യം ഫിക്സ് ചെയ്യാം. ഇവിടെ നിന്ന് നമ്മൾ ഒബ്ജക്റ്റ്, സോ നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റിലേക്ക് നമ്മൾ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. സോ ഇതാണ് ബേസ് എഡ്ജ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ളത്? നമുക്ക് വരയ്ക്കുന്ന ഒബ്ജക്റ്റിന്റെ വലത് ഭാഗത്ത് ഒരു എഡ്ജ് വന്നാൽ മാത്രം പോരാ, ആ എഡ്ജ് XY ആക്സിസുമായിട്ട് എത്ര ഡിഗ്രി മേക്ക് ചെയ്യുന്നു, അത് 90 ഡിഗ്രി ഫോം ചെയ്താൽ ബേസ് എഡ്ജ് കണ്ടീഷൻ. സോ നമ്മൾ വരയ്ക്കുന്ന ഫിഗറിന്റെ വലത് ഭാഗത്ത് ഒരു എഡ്ജ് വന്നാൽ മാത്രം പോരാ, ആ എഡ്ജ് XY ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയാൽ ബേസ് എഡ്ജ് കണ്ടീഷൻ. ഓക്കെ അല്ലേ? അതാണ് നമ്മളെ ആദ്യത്തെ കണ്ടീഷൻ. ഇനി നമുക്ക് അടുത്ത കണ്ടീഷനിലോട്ട് പോവാം. സോ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കോർണർ കണ്ടീഷൻ. സോ കോർണർ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഫിഗറിന്റെ വലത് ഭാഗത്തായിട്ട് ഒരു കോർണർ വരണം. ഓക്കെ, ഇനി അപ്പൊ എന്താണ് കോർണർ എന്ന് പറയുന്നത്? കോർണർ മീൻസ് ഒരു പോയിന്റ് ആണ് അല്ലേ? നമ്മൾ വരയ്ക്കുന്ന ഫിഗറിന്റെ വലത് ഭാഗത്ത് ഒരു കോർണർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ആ ഫിഗർ? നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിയേ, നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ബേസ് എഡ്ജ്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് കോർണർ. തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ്. സോ ബേസ് എഡ്ജ് കണ്ടീഷൻ നമ്മൾ എന്ത് പറഞ്ഞു? നമ്മൾ വരയ്ക്കുന്ന ഫിഗറിന്റെ വലത് ഭാഗത്ത് ഒരു എഡ്ജ് വരണം. സോ ദാറ്റ് XY ആക്സിസിനെ ബേസ് ചെയ്ത് നമ്മൾ വരയ്ക്കുമ്പോൾ വലത് ഭാഗത്ത് ഒരു എഡ്ജ് വരണം. ഇവിടെ നിന്ന് നമ്മൾ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യിക്കണം. സോ റൈറ്റ് സൈഡിൽ വരുന്ന എഡ്ജും XY ആക്സിസായിട്ട് മേക്ക് ചെയ്യുന്ന 90 ഡിഗ്രി ആയിരിക്കണം. സോ ഇതിൻ്റെ നേരെ മിററാണ് നമുക്ക് കോർണർ കണ്ടീഷൻ എന്ന് പറയുന്നത്. വലത് ഭാഗത്ത് ഒരു കോർണർ വരണം. സോ റൈറ്റ് സൈഡിൽ നമുക്ക് വരച്ച് തുടങ്ങാൻ പറ്റത്തില്ല. സോ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മളൊരു എഡ്ജിനെ വെക്കുക. ഈ ലെഫ്റ്റ് സൈഡിൽ വെച്ച എഡ്ജിൽ നിന്ന് നമുക്ക് റൈറ്റിലോട്ട് ഒബ്ജക്ട്സ് വരയ്ക്കാം. ഓക്കെ, സോ ഇത് XY ആക്സിസുമായിട്ട് എന്താണ് ബന്ധം? ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ വരച്ച ഫിഗറിന്റെ വലത് ഭാഗത്ത് കോർണർ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ആ കോർണറിൽ നിന്ന് ഒബ്ജക്റ്റിന്റെ സെന്ററിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്. അത് XY ആക്സിന് പാരലായിട്ട് വന്നാൽ അതിനെ കോർണർ കണ്ടീഷൻ എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ ഇൻക്ലൈൻഡ് കണ്ടീഷൻ. ഇൻക്ലൈൻഡ് കണ്ടീഷൻ എന്ത് ചെയ്യാം? നമുക്ക് XY ആക്സിസിൽ നിന്ന് ക്വസ്റ്റ്യൻ പറയുന്ന ഡിഗ്രി ഇൻക്ലിനേഷൻ എടുക്കുക. ക്വസ്റ്റ്യനിൽ എത്ര ഡിഗ്രി ഇൻക്ലിനേഷൻ പറയുന്നു അതെടുക്കുക. ആ ഇൻക്ലൈൻഡ് ലൈനിൻ്റെ അകത്തേക്ക് ഒരു സൈഡ് നമുക്ക് വരയ്ക്കേണ്ട ഒബ്ജക്റ്റ് വൺ ഓഫ് ദ സൈഡിനെ ഫിക്സ് ചെയ്യുക. അവിടെ നിന്ന് നമ്മൾ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. സോ ഇതാണ് എഡ്ജ് കണ്ടീഷൻ. നമ്മളെന്താ ഇൻക്ലൈൻഡ് കണ്ടീഷൻ. നമ്മൾ 3 കണ്ടീഷൻ പറഞ്ഞു. ബേസ് എഡ്ജ് കണ്ടീഷൻ. ബേസ് എഡ്ജ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഫിഗറിന്റെ വലത് ഭാഗത്ത് ഒരു എഡ്ജ് വരണം. ആ വരുന്ന എഡ്ജ് XY ആക്സിസായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. സോ ഇതായിരുന്നു നമ്മുടെ കണ്ടീഷൻ. അടുത്ത കോർണർ കണ്ടീഷനിലോട്ട് വന്നപ്പോൾ എന്താണ്? നമ്മൾ വരയ്ക്കുന്ന ഫിഗറിന്റെ വലത് ഭാഗത്ത് ഒരു കോർണർ വരണം. ഇനി ആ കോർണറിൽ നിന്ന് XY ആക്സിസിലോട്ട്
നമ്മൾ വരയ്ക്കുന്ന റൈറ്റ് സൈഡിൽ വരുന്ന കോർണറിൽ നിന്ന് ഒബ്ജക്റ്റിന്റെ സെന്ററിലോട്ട് ജോയിൻ ചെയ്യുന്ന ലൈൻ എക്സ് വൈ ആക്സിന് പാരലൽ ആയിരിക്കണം. ഓക്കെ, സോ ഇതാണ് കണ്ടീഷൻ. മൂന്നാമത്തെ ഇൻക്ലൈൻഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എക്സ് വൈ ആക്സിസിൽ നിന്ന് ക്വസ്റ്റ്യനിൽ പറയുന്ന ഡിഗ്രി ഇൻക്ലിനേഷൻ എടുക്കുക, ആ ഇൻക്ലൈൻഡ് ലൈനിന്റെ അകത്ത് ഒരു സൈഡിനെ ഫിക്സ് ചെയ്യുക, അവിടെ നിന്ന് ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? സോ ഇതാണ് ഇൻക്ലൈൻഡ് കണ്ടീഷൻ. സോ ഇനി 3 കണ്ടീഷൻ കൂടെ നമുക്ക് ഇനിയുണ്ട്. സോ ഇനി നമ്മൾ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് പാരലൽ കണ്ടീഷൻ. നമുക്ക് 3 ഉണ്ട്, പേര് പറയാം. അടുത്ത കണ്ടീഷൻ, 4ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് പാരലൽ കണ്ടീഷൻ, 5ാമത്തത് പെർപെൻഡിക്കുലർ കണ്ടീഷൻ, ലാസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈക്വലി ഇൻക്ലൈൻഡ് കണ്ടീഷൻ. സോ ഇത് 3 എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ 4ാമത്തെ കണ്ടീഷൻ പാരലൽ കണ്ടീഷൻ. സോ പാരലൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എക്സ് വൈ ആക്സിസിന് പാരലായിട്ടൊരു സൈഡ് ഫിക്സ് ചെയ്യുക, അത് എക്സ് വൈ ആക്സിന് അടുത്ത് വരണം, അവിടെ നിന്ന് നമുക്ക് വരയ്ക്കേണ്ട ഒബ്ജക്റ്റിനെ കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് പെർപെൻഡിക്കുലർ കണ്ടീഷൻ. പെർപെൻഡിക്കുലർ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എക്സ് വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക, ആ പെർപെൻഡിക്കുലർ ലൈനിന്റെ അകത്തേക്ക് ഒരു സൈഡിനെ ഫിക്സ് ചെയ്യാം. ഒരു സൈഡിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യാം. ഇനി അവിടെ നിന്ന് നമുക്ക് വരയ്ക്കേണ്ട ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ പെർപെൻഡിക്കുലർ കണ്ടീഷൻ ഈസ് സിമിലർ ടു ബേസ് എഡ്ജ് കണ്ടീഷൻ. ഒരേ കാര്യം തന്നെയാണ് അവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇനി നമുക്ക് ലാസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈക്വലി ഇൻക്ലൈൻഡ് കണ്ടീഷൻ. ഈക്വലി ഇൻക്ലൈൻഡ്. സോ ഈക്വലി ഇൻക്ലൈൻഡ് കണ്ടീഷൻ എങ്ങനെ വരയ്ക്കേണ്ടത് നോക്കാം. നോക്കിയോ, എക്സ് വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരയ്ക്കുക, ആ പെർപെൻഡിക്കുലർ ലൈനിന്റെ അകത്തേക്ക് ഒരു പോയിന്റ് സെലക്ട് ചെയ്യാം, അവിടെ നിന്ന് നമുക്ക് വരയ്ക്കേണ്ട ഒബ്ജക്റ്റിന്റെ ആംഗിൾ ബൈ 2 എടുക്കണം. സോ പെന്റഗൺ ആണ് എടുക്കേണ്ടെങ്കിൽ, പെന്റഗൺ വരയ്ക്കണമെങ്കിൽ അതിന്റെ ഒരു ആംഗിൾ 108 ഡിഗ്രിയാണ്. സോ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 54 വരും. ആ 54 എന്ത് ചെയ്യുക, 2 സൈഡിലോട്ടും ഈക്വലി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. സോ 54. ഇനി അവിടെ നിന്ന് നമ്മൾ നോർമലി ഒബ്ജക്ട്സ് കംപ്ലീറ്റ് ചെയ്യാം. സോ 108 എടുക്കുക, ജോയിൻ ചെയ്യുക. സോ ഇവിടെ കണ്ടീഷൻ നമ്മൾ പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഒരു കോർണറിൽ നിന്ന് ഒബ്ജക്റ്റിന്റെ സെൻട്രലിലോട്ട് കണക്ട് ചെയ്യുന്ന ലൈൻ എക്സ് വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ ഫോം ചെയ്താൽ അതിനെ പറയുന്നതാണ് ഈക്വലി ഇൻക്ലൈൻഡ് കണ്ടീഷൻ. പാരലായിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതാണ് കോർണർ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടീഷൻസിൽ പറയാനുള്ളത്. നമുക്ക് ഈ കണ്ടീഷൻസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം സോളിഡ്സ്, സെക്ഷൻ, ഡെവലപ്മെന്റ്, ഐസോമെട്രി, ഈ 4 ടോപ്പിക്കിൻ്റെ അകത്തും ബേസ് ഫിഗർ വരയ്ക്കുന്നത് ഇത്രയും 6 കണ്ടീഷൻ മാത്രം യൂസ് ചെയ്തിട്ടാണ്. സോ കൃത്യമായിട്ട് ഈ 6 കണ്ടീഷൻ അറിയാമെങ്കിൽ ഈ 4 ടോപ്പിക്കിൻ്റെയും ബേസ് മാർക്ക് ആയിട്ടുള്ള 5 മാർക്ക് നമുക്ക് കിട്ടും. സോ 5×4 20 മാർക്കിൻ്റെ കണ്ടന്റാണ് ഈ പറഞ്ഞത്. ഓക്കെ അല്ലേ? സോ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബേസ് ഫിഗർ തെറ്റിക്കഴിഞ്ഞാൽ, കണ്ടീഷൻ തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്കും തരില്ല, വെട്ടി 0 ആയിരിക്കും ഇവരെടുത്ത്. സോ അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ. ഇവിടെ നിന്ന് ഇനി നമ്മൾ എന്തിലാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സോളിഡ്സ് സോൾവ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. സോ ആദ്യം നമ്മൾ അറിയേണ്ടത്, നമുക്ക് ഏത് ഫിഗറാണോ വരയ്ക്കേണ്ടത് എന്ന് വെച്ചാൽ, നമ്മൾ 6 ഫിഗർ നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിലിപ്പോൾ ഏത് ഫിഗറാണോ നമ്മൾ വരയ്ക്കാൻ വേണ്ടി ഇരിക്കുന്നത് അതിന് തൊട്ട് മുന്നേ കംപ്ലീറ്റ് ആയ ഫിഗറിനെ മാത്രമായിരിക്കണം നമ്മൾ റെഫറൻസ് ആക്കി എടുക്കാനുള്ളത്. സോ ദാറ്റ് സെക്കൻഡ് ഫിഗർ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് ഫിഗർ റെഫറൻസ് ആക്കുക, തേർഡ് ഫിഗർ വരയ്ക്കുമ്പോൾ സെക്കൻഡ് ഫിഗർ റെഫറൻസ് ആക്കുക, ഫോർത്ത് വരയ്ക്കുമ്പോൾ തേർഡിന് റെഫറൻസ് ആക്കുക. ഓക്കെ അല്ലേ? ഫോർത്ത് വരയ്ക്കുമ്പോൾ തേർഡിന് റെഫറൻസ് ആക്കുക, ഫിഫ്ത്ത് വരയ്ക്കുമ്പോൾ ഫോർത്തിന് റെഫറൻസ് ആക്കുക, സിക്സ്ത്ത് വരയ്ക്കുമ്പോൾ ഫിഫ്ത്തിന് റെഫറൻസ് ആക്കുക. ജസ്റ്റ് ബിഫോർ കംപ്ലീറ്റ് ആയ ഫിഗറിനെ ആയിരിക്കണം നമ്മൾ റെഫറൻസ് ആക്കി പ്ലേസ് ചെയ്യാനുള്ളത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വരച്ച് വരുമ്പോൾ ഈ 6 ഫിഗറിൻ്റെ അടുത്ത്
നമ്മൾ വരയ്ക്കാൻ പോകുന്ന രണ്ടാമത്തെ ഫിഗറും മൂന്നാമത്തെ ഫിഗറും സെയിം ഫിഗേഴ്സ് ആയിരിക്കും. സെയിം ഫിഗേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് സെയിം ആയിരിക്കും, എക്സ്റ്റേണൽ ഇൻക്ലിനേഷൻ മാറും. ഓക്കെ അല്ലേ? സോ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു സെക്കൻഡ് ഫിഗർ നമുക്ക് കിട്ടുന്ന ഇങ്ങനെ ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ തേർഡ് ഫിഗറിൽ വരുമ്പോൾ ഈ സെയിം ട്രയാങ്കിൾ ആയിരിക്കും വരുന്നത്, പക്ഷേ അതിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കാം. സോ ഇവിടെ മേക്ക് ചെയ്ത ആംഗിൾ അല്ല ഇവിടെ മേക്ക് ചെയ്യാവുന്നത്. സോ പ്രിസത്തിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ ഒരു പ്രിസമാണ് വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് തേർഡ് ഫിഗർ വരയ്ക്കുമ്പോൾ ഇതേ റെക്റ്റാങ്കിൾ തന്നെയായിരിക്കും, പക്ഷെ അതിരിക്കുന്നത് ഒരു ഇൻക്ലിനേഷനിലായിരിക്കും. ഇൻക്ലിനേഷൻ മാറി. ഇവിടെ 90 ഡിഗ്രി ആയിരുന്നു, ഇവിടെ ഇൻക്ലിനേഷൻ മാറി. സോ ഇതല്ലാണ്ട് വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ അല്ലേ? ഇതുപോലെയാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താണോ അതുപോലെയാണ് നമ്മുടെ ഫോർത്ത് ഫിഗറും ഫിഫ്ത്ത് ഫിഗറും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ അല്ലേ? സോ ഫോർത്തും ഫിഫ്ത്തും സെയിം ഫിഗേഴ്സ് ആയിരിക്കും. സോ ഫോർത്ത് ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഒരു ടിൽറ്റിംഗ് കൊടുത്ത് ഫിഫ്ത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ അങ്ങനെ നമ്മൾ സെക്കൻഡ് ഫിഗറിനെ തേർഡിലോട്ട് കൺവേർട്ട് ചെയ്യാനും ഫോർത്ത് ഫിഗറിനെ ഫിഫ്ത്തിലോട്ട് കൺവേർട്ട് ചെയ്യാനും യൂസ് ചെയ്യുന്നത് ട്രയാങ്കുലേഷൻ മെത്തേഡാണ്. ട്രയാങ്കുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് നോൺ പോയിന്റ്സിൽ നിന്ന് ഒരു അൺനോൺ പോയിന്റിനെ കണ്ടുപിടിക്കുന്നത്. കോമ്പസ് യൂസ് ചെയ്ത് ആർക്ക് വരച്ച് കണ്ടുപിടിക്കണം. സോ ഇനി ഇതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ നാലാമത്തെ ഫിഗർ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിന് എന്ത് പ്രൊസീജിയറാണോ നമ്മൾ കീപ്പ് ചെയ്യുന്നത് അത് അതുപോലെ നമുക്ക് സിക്സ്ത്തിൽ റീ അപ്ലൈ ചെയ്യണം. സോ നമുക്കൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ സെറ്റപ്പ് എന്ന് പറയുന്നത് ഫോർത്ത് ഫിഗറിൽ നമ്മൾ എന്താണോ പറയുന്നത് അതിന് അതുപോലെ സിക്സ്ത്തിൽ കൊണ്ടുവരണം. സോ ഇതിനൊരു സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിനകത്ത് 3 സ്റ്റെപ്സ് വരുന്നുണ്ട്. സോ ഇങ്ങനെ സിമ്പിളായിട്ട് പറയാം, ബാക്കി നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. സോ ഇവിടെ 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻസ് ചെയ്യണം. ആദ്യം നമ്മൾ വേർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻസ് ചെയ്യണം. അതിൽ നിന്ന് നമുക്ക് ഗ്രിഡ് ഫോം ചെയ്യും. ആ ഗ്രിഡിൽ നിന്ന് നമുക്ക് പോയിന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ സ്റ്റെപ്പിന്റെ പേര് പറയുന്നത് പോയിന്റ്സ് ഐഡന്റിഫിക്കേഷൻ. സോ അവിടെ നിന്ന് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഐഡന്റിഫൈ ചെയ്ത് വെച്ച പോയിന്റിന്റെ എക്സ്ട്രീം ഔട്ടേഴ്സിനെ ജോയിൻ ചെയ്തിട്ട് ക്ലോസ്ഡ് ഫിഗർ ഉണ്ടാക്കണം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ 2 സ്റ്റെപ്പും കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമായിരിക്കണം നമ്മൾ വിസിബിലിറ്റി ഏതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഏതൊക്കെ കാണാൻ പറ്റുന്നില്ല എന്നുള്ള വിസിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട്. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ഇനി ആ വിസിബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ 2 ക്രൈറ്റീരിയ വീണ്ടും വരുന്നുണ്ട്. ആദ്യത്തെ എന്ന് പറയുന്നത് ബേസ് ഷേപ്പിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് നമ്മളെ ക്രോസ് സെക്ഷണൽ ഷേപ്പ്, അതിനെ കണ്ടുപിടിക്കുന്നതാണ് നമ്മളെ ബേസ് ഷേപ്പ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ മാത്രമായിരിക്കണം നമ്മളെ ലാറ്ററൽ ഫേസസ്, ലാറ്ററൽ എഡ്ജസിൽ ജോയിൻ ചെയ്ത് ആ ഫേസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. സോ ഈ പ്രൊസീജിയറിലൂടെയാണ് നമ്മൾ പോകാനായിട്ട്. ഓക്കെ ആണോ? സോ ഇത്രയും കാര്യങ്ങൾ ചേരുന്നതാണ് നമ്മുടെ സോളിഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്. സോ ഇതിൻ്റെ അകത്ത് ഇനി നമുക്ക് പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യാനുള്ളത്. എങ്ങനെയാണ് എന്നിട്ട് പ്രോബ്ലം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സോളിഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അകത്തുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ എന്താണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ റീഡ് ചെയ്യാം, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, എ സ്ക്വയർ പിരമിഡ്, edge of base 25 mm, height 60 mm, has axis inclined 60 degree to HP. Draw its projection if one of the base edge is on HP and inclined 45 degree to VP. സോ ഇതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തത്, എന്താണ് ഒബ്ജക്റ്റിൻ്റെ ക്രോസ് സെക്ഷൻ. സോ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു സ്ക്വയർ പിരമിഡ്. സോ സ്ക്വയർ ആണ് നമ്മുടെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം സ്ക്വയർ എന്ന് പറഞ്ഞ കാര്യം കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത് പ്രിസം ആണോ പിരമിഡ് ആണോ എന്ന്. അതും വ്യക്തമായിട്ട് പറഞ്ഞു സ്ക്വയർ പിരമിഡ് എന്നാണ് പറഞ്ഞത്. സോ 2 കാര്യങ്ങൾ നമുക്ക് കിട്ടി. സ്ക്വയർ ആണ് ക്രോസ് സെക്ഷൻ, അവിടെ നിന്ന് പിരമിഡ് ഉണ്ടാക്കണം. ഇനി എന്താണ് വരയ്ക്കേണ്ടത്, എന്ത് കണ്ടീഷനിലാണ് വരയ്ക്കേണ്ടത്, എവിടെയാണ് വരയ്ക്കേണ്ടത്. സോ നമുക്ക് എവിടെ വരയ്ക്കണം എന്നുള്ളതും എന്ത് കണ്ടീഷനിൽ വരയ്ക്കണം എന്നുള്ളതും വ്യക്തമായിട്ട് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കണം. സോ ക്വസ്റ്റ്യനിൽ തന്നെ നല്ല രീതിയിൽ അത് വായിച്ച് മനസ്സിലാക്കണം. സോ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ബേസ് 25 mm, ഹൈറ്റ് 60 mm, ഹാസ് ആക്സിസ് ഇൻക്ലൈൻഡ് 60 degree to HP.
സോ ആദ്യമേ നമുക്ക് ആക്സിസിനുള്ള ഇൻക്ലിനേഷൻ ആണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഡ്രോ ദ പ്രൊജക്ഷൻ ഇഫ് വൺ ഓഫ് ദ ബേസ് എഡ്ജ് ഈസ് ഓൺ HP ആൻഡ് 45 ഡിഗ്രി ടു VP എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. സോ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റ് ഓഫ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് എന്താണ് ക്രോസ് സെക്ഷൻ എന്നുള്ളത്, അതുപോലെ എന്താണ് പ്രിസമാണോ പിരമിഡാണോ എന്നുള്ളത്, ഇത് മാത്രം ഡിഫൈൻ ചെയ്യുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഫിഗർ. സോ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഡിഫൈൻ ചെയ്യുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത്. സോ അതിൻ്റെ അകത്ത് ഒരിക്കലും ആക്സിസിനെ ഇൻക്ലൈൻ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ആക്സിസിനെ നമുക്ക് വരച്ച് ഡിഫൈൻ ചെയ്യാനേ പറ്റുള്ളൂ. ആ ഡിഫൈൻ ചെയ്ത ഫിഗറിനെ നമുക്ക് ഇൻക്ലൈൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോളാം. സോ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബേസ് എഡ്ജ് ഈസ് ഓൺ HP എന്നാണ്. സോ HPയിലെ ബേസ് എഡ്ജ് കണ്ടീഷൻ. സോ നമുക്ക് എങ്ങനെ വരയ്ക്കാം? നമുക്ക് ഫുൾ ലെങ്ത്തിൽ ആദ്യം ഒരു XY ആക്സിസ് വരയ്ക്കാം. മാർക്ക് ചെയ്യുക XY ആക്സിന്റെ താഴ്ഭാഗം ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്, മുകൾ ഭാഗം വേർട്ടിക്കൽ പ്ലെയിൻ ആണ്. ഇത് ഫിക്സഡ് ആണ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ വൺ ഓഫ് ദ ബേസ് എഡ്ജ് ഈസ് ഓൺ HP എന്നാണ് പറഞ്ഞത്. സോ വൺ ഓഫ് ദ ബേസ് എഡ്ജ്, സോ ബേസ് എഡ്ജ് കണ്ടീഷൻ ഈസ് ഓൺ HP. സോ HPയിലാണ് വരയ്ക്കാൻ. സോ എഡ്ജ് കണ്ടീഷൻ HPയിൽ വരയ്ക്കണം, ബേസ് എഡ്ജ് കണ്ടീഷൻ HPയിൽ വരയ്ക്കണം. സോ എങ്ങനെ വരയ്ക്കാം? നമ്മൾ വരയ്ക്കുന്ന ഫിഗറിന്റെ വലത് ഭാഗത്തായിട്ട്, നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഫിഗറിന്റെ വലത് ഭാഗത്തായിട്ട് ഒരു എഡ്ജ് സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ? നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. എന്ത് ചെയ്യുന്നു? XY ആക്സിസിൻ്റെ അകത്തൊരു പോയിന്റ് സെലക്ട് ചെയ്യാം, അവിടെ വന്നൊരു 90 ഡിഗ്രി ലൈൻ വരയ്ക്കുക. സോ ഈ 90 ഡിഗ്രി ലൈനിൻ്റെ അകത്ത് ഒരു സൈഡിന് സെറ്റ് ചെയ്യാം. നമ്മുടെ സൈഡ് എത്രയാണ്? 25. നമുക്ക് 25നെ ഇതിൻ്റെ അകത്തോട്ട് ഫിക്സ് ചെയ്യാം. ഇവിടെ നമുക്ക് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യണം. സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര ഡിഗ്രീസ് അടിക്കണ്ടേ? 90 ഡിഗ്രി. സോ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് 90 ഡിഗ്രി എടുക്കുക, ലൈൻ്റെ ലെങ്ത് ഫിക്സ് ചെയ്യുക. ഇവിടെ നിന്ന് 90 ഡിഗ്രി എടുക്കുക, ലൈൻ്റെ ലെങ്ത് ഫിക്സ് ചെയ്യുക, ജോയിൻ ചെയ്യുക. സോ നമ്മുടെ സ്ക്വയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്ക്വയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് പ്രിസം ആണോ പിരമിഡ് ആണോ എന്നാണ് അടുത്തത്. സോ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞത് എന്തെന്നാണ്? പിരമിഡ് എന്നാണ് പറഞ്ഞത്. പിരമിഡ് ആകണമെങ്കിൽ ഇതിന്റെ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? സെന്റർ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ഈവൻ നമ്പർ ഓഫ് സൈഡുള്ള ഒബ്ജക്റ്റ് വരുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് കോർണേഴ്സിന് തമ്മിൽ ഡയഗണൽസ് വരച്ചാൽ മതി. സോ എന്ത് ചെയ്യാം? ഡയഗണൽസിന് തമ്മിൽ ക്രോസ് ചെയ്ത് സെന്റർ കണ്ടുപിടിക്കാം. ഇനി നമ്മളിവിടെ പേര് കൊടുക്കണം. സോ നമുക്ക് ബേസ് ഷേപ്പ് കിട്ടി. ഇനി നമ്മുടെ അവിടെ പേര് കൊടുക്കണം. സോ പേരിടുന്ന നെയിമിങ് ചെയ്യുന്നതിന് റൂളുണ്ട്. സോ അതെങ്ങനെ ചെയ്യണമെന്ന് പറയാം. സോ നമ്മൾ ചെയ്യാനുള്ളത് കംപ്ലീറ്റ് ആയ ഫിഗറിനെ നെക്സ്റ്റ് വരയ്ക്കേണ്ട ഫിഗറിന്റെ ഡയറക്ഷൻ, അല്ലെങ്കിൽ ഇനി കംപ്ലീറ്റ് ആവാനുള്ള ഫിഗറിന്റെ ഡയറക്ഷനിലോട്ട് വ്യൂ ചെയ്യിപ്പിക്കണം. സോ കംപ്ലീറ്റ് ആയ ഫിഗറിനെ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഫിഗറിന്റെ ഡയറക്ഷനിലോട്ട് വ്യൂ ചെയ്യുക. വ്യൂ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് എക്സ്ട്രീമെന്റിന് ഫസ്റ്റ് നെയിം കൊടുക്കണം. സോ കാണാൻ പറ്റുന്ന ലെഫ്റ്റ് എക്സ്ട്രീമെന്റിന് ഫസ്റ്റ് നെയിം കൊടുക്കുക. സോ ഞാൻ A എന്ന് കൊടുക്കും. അവിടെ നിന്ന് ആന്റി ക്ലോക്ക് വൈസിൽ കംപ്ലീറ്റ് ചെയ്യുക. സോ ദാറ്റ് B, C and D. സ്മോൾ ലെറ്റേഴ്സ് വേണം കൊടുക്കാനായിട്ട്. സെൻട്രൽ പോയിന്റിന് O എന്ന് പേര് കൊടുക്കാം. സോ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മളെ ബേസ് ഷേപ്പ് ആയിട്ടുണ്ട്, ബേസ് ഫിഗർ ആയിട്ടില്ല. ബേസ് ഫിഗർ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉണ്ട്. സോ ഇപ്പോൾ ക്രോസ് സെക്ഷണൽ ഷേപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ബേസ് ഷേപ്പ് ആയിട്ടുണ്ട്. സോ ഇത് മാത്രം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് ഔട്ട് ഓഫ് എത്രയാണ്? നിങ്ങൾക്ക് KTU 24 സ്കീം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഔട്ട് ഓഫ് 15 ആണ്. സോ 15 മാർക്സ് ഡിവൈഡഡ് ബൈ 6, 6ൽ ഒരു ഭാഗം നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ 2.5 മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? സോ ഇനി നമ്മൾ ഇതിൽ നിന്ന് നെക്സ്റ്റ് പിരമിഡ് എങ്ങനെ വരയ്ക്കുന്നു എന്ന് നമ്മൾ നോക്കാൻ പോവാണ്. സോ എങ്ങനെ പിരമിഡ് വരയ്ക്കാം? നെയിമുള്ള പോയിന്റ്സിനെ എല്ലാം XYയിലോട്ട് പ്രൊജക്റ്റ് ചെയ്യണം. നെയിമുള്ള പോയിന്റ്സിനെ എല്ലാം XYയിലോട്ട് പ്രൊജക്റ്റ് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യാനുള്ളത് O എന്ന് പറയുന്ന നമ്മളെ സെൻട്രൽ പോയിന്റിന്റെ നേരെ ഫ്രണ്ടിലായിട്ട്, നേരെ ഫ്രണ്ടിലായിട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ഇവിടെ നെയിമുള്ള പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടോ നോക്കണം. സോ ഇവിടെ എന്തെങ്കിലും നെയിമുള്ള പോയിന്റ് വരുന്നുണ്ടോ? ഇവിടെ പോയിന്റ് ഒന്നും ഇല്ല. സോ അങ്ങനെയെങ്കിൽ നമുക്ക് ആക്സിസ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആക്സിസ് ആണ്. സോ ആക്സിസ് എപ്പോഴും ഇൻവിസിബിൾ ആയിരിക്കും. പക്ഷെ ആക്സിസിന്റെ നേരെ ഫ്രണ്ടിൽ നെയിമുള്ള ഒരു പോയിന്റ് വന്നാൽ അത് വിസിബിൾ ആയിട്ട് മാറും. സോ ഇവിടെ അങ്ങനെ ഇല്ല.
സോ ദാറ്റ് ആക്സിസ് നമ്മൾ എന്ത് ചെയ്യാം, ഇൻവിസിബിൾ ആക്കി വരയ്ക്കാം. സോ എങ്ങനെയാ, ആക്സിസ് ഹൈറ്റ് 16 തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഇൻവിസിബിൾ ആക്സിസ് വരയ്ക്കുന്നത് ഒരു വലിയ ഡാഷ്, ചെറിയ ഡാഷ്, വലിയ ഡാഷ്, ചെറിയ ഡാഷ്, വലിയ ഡാഷ്. ഇങ്ങനെയാണ് നമ്മൾ ഇൻവിസിബിൾ ആക്സിസ് വരയ്ക്കുന്നത്. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചോളുക. സോ ആക്സിസ് വരയ്ക്കുന്നത് ഒരു വലിയ ഡാഷ്, ചെറിയ ഡാഷ്, വലിയ ഡാഷ്, ചെറിയ ഡാഷ്, വലിയ ഡാഷ്. സോ ആക്സിസ് ഹൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കിട്ടിയ ആക്സിസ് ഹൈറ്റിൽ നിന്ന് എല്ലാ ബേസ് പോയിന്റിലോട്ടും ജോയിൻ ചെയ്യണം. സോ ഇവിടെ നിന്ന് എല്ലാ ബേസ് പോയിന്റിലോട്ടും നമ്മൾ ജോയിൻ ചെയ്തു. സോ ഇനി നമുക്ക് ഫ്രണ്ട് വ്യൂവിന് പേര് കൊടുക്കണം. എങ്ങനെ പേര് കൊടുക്കാം? ഈ ആരോ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുന്ന സമയത്ത്, നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ടോർച്ച് അടിക്കുന്ന സമയത്ത്, വ്യൂ മീൻസ് നമ്മൾ വ്യൂ നോക്കുക എന്നുള്ളതാണ്, ഐ വിഷൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി പറയാം, ഒരു ടോർച്ച് ലൈറ്റ് എമിറ്റ് ചെയ്യിക്കുക. ആ സമയത്ത് ഏതൊക്കെ ഭാഗത്ത് ലൈറ്റ് റേസ് വീഴുന്നുണ്ടോ അതെല്ലാം വിസിബിൾ, ഏതൊക്കെ ഭാഗത്ത് വീഴുന്നില്ല, നിഴലായിട്ട് വരുന്നുണ്ടോ അതൊക്കെ ഇൻവിസിബിൾ. സോ അതായത് ഈ ആരോ ഡയറക്ഷനിൽ നോക്കുന്ന സമയത്ത് എ ആൻഡ് ബി വിസിബിൾ ആണ്, സി ആൻഡ് ഡി ഇൻവിസിബിൾ ആണ്. സോ വിസിബിൾ ആയിട്ടുള്ള പോയിന്റ്സ് നോർമലായിട്ടും ഇൻവിസിബിൾ ആയിട്ടുള്ള പോയിന്റ് ബ്രാക്കറ്റിൽ കൊടുക്കണം. സോ അതായത് എന്തെടുക്കാം, എയുടെ പിറകിലാണ് ഡി ഇരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് പേര് കൊടുക്കാം എ ഡാഷ് ബ്രാക്കറ്റിൽ ഡി ഡാഷ് എന്ന് പറഞ്ഞ് കൊടുക്കണം. വി പി ആയതുകൊണ്ടാണ് ഡാഷ് ചേർത്ത് വിളിക്കുന്നത്. അതുപോലെ ബി സി, എന്ത് പേര് കൊടുക്കാം, ബി ഡാഷ് സി ഡാഷ്. സോ ഒ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. സോ ദാറ്റ് ഒ ഡാഷ്. സോ ഇത്രയും ആകുമ്പോഴത്തേക്കും നമ്മുടെ ബേസ് ഫിഗേഴ്സ് ഓക്കെ ആവും. സോ നമുക്ക് 1/3 മാർക്ക്, 15/3, 5 മാർക്സിനുള്ള കണ്ടന്റ് ആവും. ഇതിനോടൊപ്പം ഇതിൻ്റെ ഡയമെൻഷൻ ചെയ്യാനുണ്ട്. സോ നമുക്ക് എന്ത് പറഞ്ഞു, 25 mm ആണ് നമ്മുടെ ലെങ്ത് എന്ന് പറഞ്ഞു. സോ ദാറ്റ് എന്ത് ചെയ്യണം, നമ്മൾ പുറത്തായിട്ട് വരച്ച് 25 mm എന്നുള്ളത് നമ്മളിവിടെ കാണിക്കണം. അതുപോലെ ഇവിടെ ഹൈറ്റ് 60 പറഞ്ഞിട്ടുണ്ട്. സോ ആ 60 പറഞ്ഞതിനെ 60 mm അതും നമ്മൾ കാണിക്കണം. സോ ഇത്രയാകുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഫിഗേഴ്സ് ആവും. 1/3 മാർക്കിനുള്ള കണ്ടന്റ് ആവും. ഓക്കെ ആണോ? മനസ്സിലായോ? സോ ഇവിടെ നിന്ന് ഇനി നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒബ്ജക്റ്റിന്റെ ആക്സിസിനെ ഇൻക്ലൈൻ ചെയ്യാനാണ്. എങ്ങനെയാണ് ആക്സിസിനെ ഇൻക്ലൈൻ ചെയ്യുന്നത്? സോ ആദ്യം എത്ര ഡിഗ്രി ഇൻക്ലൈൻ ചെയ്യാൻ പറഞ്ഞു എന്ന് ആദ്യം നോക്കണം. സോ ഇവിടെ പറഞ്ഞത് 60 ഡിഗ്രി ഇൻക്ലിനേഷൻ ആണ് പറഞ്ഞത്. ഓക്കെ, സോ നമ്മൾ എക്സ് വൈ ആക്സിസിനകത്ത് ഒരല്പം മാറിയിട്ട് റാൻഡം ആയിട്ടൊരു പോയിന്റ് എടുക്കുക. അവിടെ നിന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഡിഗ്രി ഇൻക്ലിനേഷൻ എടുക്കണം, 60 ഡിഗ്രി. ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്ത് ചെയ്യുന്നു, സാധാരണ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ഈ ആക്സിസ് ഹൈറ്റിനെ കോമ്പസിൽ മെഷർ ചെയ്യണം. അതിനെ കൊണ്ടുപോയി എന്താ, കോമ്പസിൻ്റെ അകത്ത് ഈ ഹൈറ്റ് 60 mm ഹൈറ്റ്, ആക്സിസ് ലെങ്ത്, ബോട്ടത്തിന് പേരില്ല, ടോപ്പിന് മാത്രമേ പേരുള്ളൂ. അപ്പോൾ ഓ ഡാഷിൽ നിന്ന് ഈ നെയിം ഇല്ലാത്ത പോയിന്റ് വരെയുള്ള ആക്സിസ് ഹൈറ്റ് 60 mm മെഷർ ചെയ്യുക. അതിനെ കൊണ്ടുപോയി ഇതിൻ്റെ അകത്ത് കട്ട് ചെയ്യുക. സോ നമുക്കിവിടെ ഓ ഡാഷ് കിട്ടും. ഇവിടെ നിന്ന് നമ്മൾ ഒബ്ജക്റ്റ് വരയ്ക്കുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് കിട്ടാൻ പോകുന്നത് ഇങ്ങനെയാണ്. സോ ഇങ്ങനെ വന്നാൽ അത് തെറ്റാണ്, കാരണം എക്സ് വൈ ആക്സിന്റെ താഴോട്ട് കയറി വരുന്നുണ്ട്, അങ്ങനെ വരാൻ പാടില്ല. സോ ഇതിനെ എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും? സോ നമുക്ക് ഒരിക്കലും ഈ ഇപ്പോൾ കിട്ടിയ ഈ ഒരു 60 ഡിഗ്രി നമുക്ക് കുറച്ചുകൂടെ മുകളിൽ വെച്ചെടുക്കാമെന്ന് വിചാരിക്കാം. സോ എങ്ങനെ വരാം, എക്സ് ആക്സിനകത്ത് ഒരു പോയിന്റ് സെലക്ട് ചെയ്ത് 60 ഡിഗ്രി എടുത്തതിന് ശേഷം നമ്മൾ ഈ ആക്സിസ് ഹൈറ്റ് 60 ഡിഗ്രി 60 mm എന്ന് പറയുന്ന ആക്സിസ് ഹൈറ്റിനെ മെഷർ ചെയ്ത് എക്സ് വൈ ലൈനിൽ വെക്കുന്നതിന് പകരം ഒരല്പം കൂടെ മുകളിലോട്ട് വെച്ച് പ്ലേസ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നമ്മൾ ഒബ്ജക്റ്റ് വരയ്ക്കാം. സോ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഒബ്ജക്റ്റ് എക്സ് വൈ ആക്സിസിൽ ടച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സോ ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. സോ ഇതെങ്ങനെ കറക്റ്റ് ചെയ്യാം? സോ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ, ബേസ് ആക്സിസ് ഏറ്റവും താഴോട്ട് കയറി വന്ന പോയിന്റിൻ്റെ അവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു. ഈ 60 ഡിഗ്രി ആക്സിസിന് ഞാൻ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ ഇവിടെ കിട്ടുന്ന ആക്സിസ് എത്രയാ, 60 ഡിഗ്രി ആംഗിൾ കിട്ടും. ഇനി നമുക്കറിയാം ആക്സിസും ബേസും തമ്മിൽ മേക്ക് ചെയ്യുന്ന 90 ഡിഗ്രി ടു ഈച്ച് അതർ ആണ്. സോ ദാറ്റ് ഇവിടെ നമുക്ക് 90 ഡിഗ്രി കിട്ടും. അങ്ങനെയെങ്കിൽ ഇത് 90 ഇത് 60 ആകുമ്പോൾ ഇവിടെ എത്ര കിട്ടും, 30 ഡിഗ്രി കിട്ടും. എങ്ങനെ കിട്ടി? 180 - 90
പ്ലസ് തീറ്റ. സോ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 30 ഡിഗ്രി എന്ന് പറഞ്ഞ് കിട്ടും. സോ നമ്മൾ ചെയ്യേണ്ടത് ആക്സിസിന് പറഞ്ഞ ഇൻക്ലിനേഷനെ ബേസിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ബേസിന്റെ ആംഗിൾ കണ്ടുപിടിക്കണം. സോ അതാണ് നമ്മളിപ്പോൾ 30 ഡിഗ്രി എന്ന് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? സോ ഇനി അതെങ്ങനെ പ്ലേസ് ചെയ്യാം, എവിടെ നിന്ന് പ്ലേസ് ചെയ്യണം എന്നാണ് ഈ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. സോ XY ആക്സിസിൻ്റെ അകത്തൊരു പോയിന്റ് റാൻഡംലി നമ്മൾ എടുത്തു. ഇവിടെ നിന്ന് നമ്മൾ 30 ഡിഗ്രി എടുക്കണം. എങ്ങോട്ടാ? നമ്മൾ നേരത്തെ കിട്ടി, നമ്മൾ സാധാരണ ആക്സിസിന്റെ ഇൻക്ലിനേഷൻ എന്ന് പറയുമ്പോൾ ഇത് ഒബ്ജക്റ്റ് എങ്ങോട്ടാ തിരിയുന്നേ? റൈറ്റിലോട്ട് ഇങ്ങനെ ടിൽറ്റ് ആവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് കൊടുത്ത് ചരിക്കുന്ന പോലെയാണ്. സോ ആന്റി ക്ലോക്ക് വൈസിലായിരിക്കും നോർമലി വേർട്ടിക്കൽ ലെങ്ത്തിന്റെ ആംഗിൾസ് മെഷർ ചെയ്യുന്നത്. സോ ബേസിന്റെ ആംഗിളിലോട്ട് വരുമ്പോൾ ക്ലോക്ക് വൈസിലോട്ട് മാറും. സോ അതായത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇവിടെ നിന്ന് 30 ഡിഗ്രി ഈ ഡയറക്ഷനിലോട്ട് എടുക്കേണ്ടി വരും. ഓക്കെ അല്ലേ? 30 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്തു? എങ്ങോട്ട് എടുത്തു? ക്ലോക്ക് വൈസിൽ 30 ഡിഗ്രി എടുക്കണം. ഇനി ഈ 30 ഡിഗ്രി ലൈനിലേക്ക് നമ്മുടെ ബേസിനെ ഫിക്സ് ചെയ്യണം. നമ്മുടെ ബേസ് എന്ന് പറയുമ്പോൾ ഏതാണ്? A', B' എന്ന് പറയുന്ന ഈ ലൈൻ. ഞാൻ പേര് പറയുവാണ്, A', B'. സോ ഈ A', B' കോമ്പസിൽ മെഷർ ചെയ്ത് ഇവിടെ കൊണ്ട് അപ്ലൈ ചെയ്യണം. സോ ദാറ്റ് ഈ പോയിന്റ് എന്ന് പറയുന്നത് B', C' എന്ന് പറഞ്ഞ് കിട്ടും. അവിടെ നിന്ന് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് എന്തെന്ന് കിട്ടും? A', D' എന്ന് പറയുന്ന പോയിന്റ് ആണ് നമുക്ക് വേണ്ടിയത്. അപ്പം B' നിന്ന് A' മെഷർ ചെയ്ത് B' നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് കിട്ടുന്ന പോയിന്റ് A', D'. ഓക്കെ. സോ നമുക്ക് A', B' പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ O വരയ്ക്കാൻ എളുപ്പമാണ്. എങ്ങനെയാ? B' നിന്ന് O' വരെയുള്ള ലെങ്ത് കോമ്പസിൽ മെഷർ ചെയ്യുക, B' നിന്ന് ഒരു ആർക്ക് വരയ്ക്കാം. അതുപോലെ A' നിന്ന് O' വരെയുള്ള ലെങ്ത് മെഷർ ചെയ്യുക, A' നിന്ന് ഒരു ആർക്ക് വരയ്ക്കാം. സോ ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ഒബ്ജക്റ്റ് കിട്ടും, കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. സോ ഇനി എന്ത് ചെയ്യണം? ഇത് നമുക്ക് രണ്ടാമത്തെ ഫിഗർ പോലെ ആക്കിയെടുക്കണം അല്ലേ? കാരണം എന്താ? നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, സെക്കൻഡ് ഫിഗർ ഈസ് ഈക്വൽ ടു തേർഡ് ഫിഗർ. സോ എന്ത് ചെയ്യാം? B' നിന്ന് സെക്കൻഡ് ഫിഗറിന്റെ B' നിന്ന് ഈ ആക്സിസിന്റെ ബോട്ടം വരെയുള്ള ലെങ്തിനെ കോമ്പസിൽ മെഷർ ചെയ്യാം. അതിനെ കൊണ്ടുപോയി B' നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. സോ സെൻറ്റർ കിട്ടി. ഇനി ഇതിനെന്ത് ചെയ്യുക? ആക്സിസ് ലൈൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഒരു വലിയ ഡാഷ്, ചെറിയ ഡാഷ്, വലിയ ഡാഷ്, ചെറിയ ഡാഷ്. സോ നമ്മുടെ സെക്കൻഡ് ഫിഗർ ഈസ് ഈക്വൽ ടു തേർഡ് ഫിഗർ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവും. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമ്മുടെ 3 ഫിഗർ ആയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത് നമ്മുടെ നാലാമത്തെ ഫിഗർ. ഈ നാലാമത്തെ ഫിഗർ എന്ന് പറയുന്നതിലാണ് നമുക്കൊരു സെറ്റ് ഓഫ് പ്രൊസീജിയർ ഉണ്ട്. സോ എന്താണ് ആ പ്രൊസീജിയർ നമുക്ക് നോക്കാം. സോ എന്ത് ചെയ്യണം? ആദ്യം നമ്മളെ തേർഡ് ഫിഗറിന്റെ അകത്ത് നെയിമുള്ള പോയിന്റ്സിൽ നിന്നെല്ലാം വേർട്ടിക്കൽ പ്രൊജക്ഷൻസ് ചെയ്യണം. നെയിമുള്ള പോയിന്റ്സിൽ നിന്നെല്ലാം വേർട്ടിക്കൽ പ്രൊജക്ഷൻ. സോ ദാ A' നിന്നൊരു വേർട്ടിക്കൽ വരച്ചു, B' നിന്നുള്ള വേർട്ടിക്കൽ വരച്ചു, Oയിൽ നിന്നുള്ള വേർട്ടിക്കൽ വരച്ചു, C', D' ഓൾറെഡി വരച്ചു. സോ തേർഡ് ഫിഗറിൽ നെയിമുള്ള പോയിന്റ്സിൽ നിന്ന് വേർട്ടിക്കൽ പ്രൊജക്ഷൻ ചെയ്തു. ഫസ്റ്റ് ഫിഗറിന്റെ അകത്തുള്ള നെയിമുള്ള പോയിന്റ്സിൽ നിന്ന് ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻസ് ചെയ്യണം. സോ നമുക്കിപ്പോൾ ഒരു ഗ്രിഡ് ഫോം ചെയ്യും. സോ കുറച്ച് ഗ്രിഡ്സ് കിട്ടിയിട്ടുണ്ട്. ഈ ഗ്രിഡിൽ നിന്ന് ഇനി നമ്മൾ പോയിന്റ്സിനെ ഐഡന്റിഫൈ ചെയ്തെടുക്കണം.
പോയിന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യണം. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? തേർഡ് ഫിഗറിന്റെ അകത്തുള്ള എ ഡാഷിൽ നിന്നുള്ള വേർട്ടിക്കൽ ലൈനും ഫസ്റ്റ് ഫിഗറിലുള്ള എയിൽ നിന്നുള്ള ഹൊറിസോണ്ടൽ ലൈനും രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എ ആയിട്ട് വരും. എ. ഓക്കെ. അതുപോലെ തേർഡ് ഫിഗറിലുള്ള ബി ഡാഷിൽ നിന്നുള്ള വേർട്ടിക്കൽ ലൈനും ഫസ്റ്റ് ഫിഗറിലുള്ള ബിയിൽ നിന്നുള്ള ഹൊറിസോണ്ടൽ ലൈനും കൂടെ മീറ്റ് ചെയ്യുമ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. അതുപോലെ ഓ ഡാഷിൽ നിന്നും ഓയിൽ നിന്നും വരയ്ക്കുമ്പോൾ ഓ കിട്ടും. സിയിൽ നിന്നും സി ഡാഷിൽ നിന്നും സിയിൽ നിന്നും വരയ്ക്കുമ്പോൾ സി കിട്ടും. ഡി ഡാഷിൽ നിന്നും ഡിയിൽ നിന്നും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്താ? പോയിന്റ്സ് ഐഡന്റിഫിക്കേഷൻ. സോ ഇത് കഴിഞ്ഞാൽ അടുത്ത് എക്സ്ട്രീം ഔട്ടേഴ്സ് ജോയിനിങ്. സോ എങ്ങനെ എക്സ്ട്രീം ഔട്ടേഴ്സ് ജോയിൻ ചെയ്യാം? നമ്മൾ വരയ്ക്കാൻ പോകുന്ന 2 പോയിന്റ്സിലേക്ക്, ഇപ്പൊ ഇതിൻ്റെ അകത്ത് 5 പോയിന്റ് ഉണ്ട്, എ ബി സി ഡി ആൻഡ് ഒ, അങ്ങനെ 5 പോയിന്റ്സ് വരുന്നുണ്ട്. ഈ 5 പോയിന്റിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്ന 2 പോയിന്റ്സ്, ഏതെങ്കിലും പോയിന്റ്സ്, ഇപ്പൊ ഏതാ, എ ബി എടുക്കാം, ബി സി എടുക്കാം, സി ഡി എടുക്കാം, ഡി എ എടുക്കാം, ഒ ഡി എടുക്കാം, ഏത് വേണോ എടുക്കാം. ഈ വരയ്ക്കാൻ പോകുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന 2 പോയിന്റ്സിലേക്ക് സ്കെയിൽ വെക്കുക. സ്കെയിൽ വെക്കുമ്പോൾ ആ സ്കെയിലിന്റെ ഒരു സൈഡ് ബ്ലാങ്ക് ആയിട്ട് വരണം. അവിടെ ഇനി ഒരു പോയിന്റ്സും അവശേഷിക്കാൻ പാടില്ല. ഓക്കെ. അതുപോലെ ആ സ്കെയിലിന്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഓൾ അതർ പോയിന്റ്സ് കോൺസെൻട്രേറ്റഡ് ടു എ സിംഗിൾ സൈഡ് എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സോ നമ്മൾ സ്കെയിലിൽ ലൈൻ വരയ്ക്കാൻ പോകുമ്പോൾ ആ ലൈനിന്റെ ഒരു സൈഡ് ബ്ലാങ്ക് ആയിരിക്കണം, ഓൾ അതർ പോയിന്റ്സ് കോൺസെൻട്രേറ്റഡ് ടു എ സിംഗിൾ സൈഡ് എന്ന് പറയുന്ന കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. സോ അങ്ങനെ നോക്കുമ്പോൾ ഏതൊക്കെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും? എയിൽ നിന്ന് നമുക്ക് ഏത് ജോയിൻ ചെയ്യാം? ബി ജോയിൻ ചെയ്യാം. ഇനി എയിൽ നിന്ന് ഡി ജോയിൻ ചെയ്യാം. ഡിയിൽ നിന്ന് സി ജോയിൻ ചെയ്യാം. സിയിൽ നിന്ന് ഒ ജോയിൻ ചെയ്യാം. ഓക്കെ അല്ലേ? സോ നമ്മൾ ഇത്രയും ജോയിൻ ചെയ്യുമ്പോൾ ഒരു ക്ലോസ്ഡ് ഫിഗർ സെറ്റപ്പ് കിട്ടി അല്ലേ? നമ്മൾ വരച്ചു കഴിഞ്ഞപ്പോൾ ഒരു ക്ലോസ്ഡ് ഫിഗർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി നമ്മൾ തേർഡ് സ്റ്റെപ്പിലോട്ട് പോകുമ്പോൾ വിസിബിലിറ്റി ചെക്ക് ചെയ്യണം. വിസിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ആയ ഫിഗറിനെ നെക്സ്റ്റ് കംപ്ലീറ്റ് ആവാനുള്ള ഫിഗറിന്റെ ഡയറക്ഷനിലോട്ട് വ്യൂ ചെയ്യണം. വ്യൂ ചെയ്യാൻ മീൻസ് എന്ത് ചെയ്യണം? ടോർച്ച് ലൈറ്റ് എമിറ്റ് ചെയ്യണം. സോ നമുക്ക് ഏതൊക്കെ ലൈൻസ് കാണാൻ പറ്റും, ഏതൊക്കെ ലൈൻസ് കാണാൻ പറ്റത്തില്ല നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. സോ നമ്മളിവിടെ ടോപ്പിൽ നിന്ന് വ്യൂ ചെയ്യുമ്പോൾ ഇതിന്റെ മാക്സിമം റൈറ്റ് എന്ന് പറയുമ്പോൾ ഓ ഡാഷ് ആണ് അല്ലേ? ഓ ഡാഷ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊന്നും ഇല്ല. അതിൽ മാക്സിമം ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് എ ഡാഷ് ആണ്. സോ ഓ ഡാഷ് എ ഡാഷ് എന്ന് പറയുന്ന ലൈൻ മാത്രമാണ് നമുക്ക് ടോപ്പിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. സോ ഓ ഡാഷ് ബി ഡാഷും കാണാൻ പറ്റത്തില്ല, എ ഡാഷ് ബി ഡാഷും കാണാൻ പറ്റത്തില്ല. അതിൽ നമുക്കറിയേണ്ടത് ആദ്യം ബേസിനെ ഐഡന്റിഫൈ ചെയ്യണമെന്നാണ്. ആദ്യം നമ്മൾ ബേസിനെ ഐഡന്റിഫൈ ചെയ്യണം. ബേസ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്രോസ് സെക്ഷൻ ഷേപ്പ്. അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഏതൊക്കെ ലൈൻസ് ആണ് വിസിബിൾ എന്ന് ആദ്യം കണ്ടുപിടിക്കണം. സോ ബേസ് എന്ന് പറയുമ്പോൾ എന്താണ്? എ ബി സി ഡി, അതാണ് നമ്മളെ ക്രോസ് സെക്ഷൻ. സോ ഇവിടെ നമ്മൾ ആരോ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ എ ബി സി ഡി എന്ന് വെച്ചാൽ ബേസ് ക്രോസ് സെക്ഷൻ എവിടെ ഇരിക്കുന്നു? ഓക്കെ. സെക്കൻഡ് ഫിഗറിലോട്ട് പോകുമ്പം എ ബി സി ഡി എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ തന്നെയല്ലേ? അതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോഴത്തെ ഫിഗറിൽ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഏതാണ്? ഇതല്ലേ? എ ബി സി ഡി എന്ന് പറയുമ്പോൾ ഈ ലൈനാണ്. ഓക്കെ അല്ലേ? സോ ടോപ്പിൽ നിന്ന് വ്യൂ ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് ഇൻവിസിബിൾ ആണ്, കാണാൻ പറ്റുന്നില്ല. സോ കാണാൻ പറ്റില്ലെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻവിസിബിൾ ആയിട്ട് വരയ്ക്കണം. ഇൻവിസിബിൾ ലൈൻ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ഡാഷ് ലൈൻ വരയ്ക്കണം. ഓക്കെ. കണ്ടിന്യൂസ് ഡാഷ് ലൈൻ വരയ്ക്കാനായിട്ട് ഇവിടെ നിലവിൽ എന്തൊക്കെ വരച്ചിട്ടുണ്ടെന്ന് നോക്കാം. നമ്മൾ ക്രോസ് സെക്ഷൻ എ ബി സി ഡിക്ക് അകത്ത് എ ബി വരച്ചിട്ടുണ്ട്, എ ഡി വരച്ചിട്ടുണ്ട്, ഡി സി വരച്ചിട്ടുണ്ട്. സോ ഇനി ആകെ വരയ്ക്കാൻ ബാക്കിയുള്ളത് ബി സി എന്ന് പറയുന്ന ലൈൻ മാത്രമാണ്. സോ നമുക്ക് സ്ക്വയർ നമുക്ക് കാണാൻ പറ്റില്ല, ഇൻവിസിബിൾ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻവിസിബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? ബി സി എന്ന് പറയുന്നതിനെ ഇൻവിസിബിൾ ആക്കിയേ പറ്റുള്ളൂ. ബാക്കിയെല്ലാം എക്സ്ട്രീം ഔട്ടറിൽ പ്രീവിയസ് സ്റ്റെപ്പിൽ വന്നതാണ്. സോ പ്രീവിയസ് സ്റ്റെപ്പിൽ വന്നതിനെ നമുക്കൊന്നും ചെയ്യാനില്ല. സോ എന്ത് ചെയ്യാം? നമുക്കിപ്പോൾ ഉണ്ടായിരുന്നേ ബി സി എന്ന് പറയുന്ന എഡ്ജിനെ ഇൻവിസിബിൾ ആക്കാം. സോ ഒരു വലിയ കണ്ടിന്യൂസ് ഡാഷ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ ബേസിന്റെ കാര്യം കഴിഞ്ഞു അല്ലേ? എ ബി സി ഡി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞല്ലേ? സ്ക്വയർ ആയല്ലോ. ഇനി രണ്ടാമത് എന്ത് ചെയ്യാം? രണ്ടാമത് നമുക്ക് ലാറ്ററൽ
ലാറ്ററൽ ഫേസസിനെ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ പോയിന്റ്സ് ആണ് വിസിബിൾ എന്ന് നോക്കാം. ഏതൊക്കെ പോയിന്റ്സ് ആണ് വിസിബിൾ എന്ന് നോക്കാം. ഏതൊക്കെ പോയിന്റ്സ് ആയിരിക്കും നമുക്ക് വിസിബിൾ ആയിട്ട് വരുന്നത്? അതിനുവേണ്ടി നമ്മൾ എവിടെ നിന്ന് വ്യൂ ചെയ്യണം നോക്കാം. നോക്കിയേ, നമ്മൾ ഈ ലാറ്ററൽ സർഫസ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നിന്ന് വ്യൂ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. കാരണം നമ്മൾ ഓൾറെഡി ഈ ഒരു തേർഡ് ഫിഗറിൽ നിന്നുള്ള വേർട്ടിക്കൽ പ്രൊജക്ഷനും ഫസ്റ്റ് ഫിഗറിൽ നിന്നുള്ള ഹൊറിസോണ്ടൽ പ്രൊജക്ഷനും ചേർത്തിട്ടാണ് ഫിഗർ വരച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ടോപ്പിൽ നിന്ന് നമുക്ക് ബേസിനെ ഐഡന്റിഫൈ ചെയ്യാം. ഇവിടെ നിന്ന് ഈ സൈഡിൽ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ ആരോ ഡയറക്ഷനിൽ വ്യൂ ചെയ്തിട്ട് ലാറ്ററൽ സർഫസ് കണ്ടുപിടിക്കാം. സോ ഈ ആരോ ഡയറക്ഷൻ നമ്മൾ വ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന രണ്ട് പോയിന്റ് എയും ഡിയും മാത്രമാണ്. സോ ഇവിടെ നിന്ന് വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് എ ആൻഡ് ഡി എന്ന് പറയുന്ന രണ്ടെണ്ണമാണ്. ഓക്കെ അല്ലേ? സോ കാണാൻ പറ്റുന്ന പോയിന്റ്സിന് എന്ത് ചെയ്യണം? ഓയിലേക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്യണം. കാണാൻ പറ്റുന്ന വിസിബിൾ ആയിട്ടുള്ള പോയിന്റ്സിനെ അപ്പെക്സുമായിട്ട് ജോയിൻ ചെയ്യണം. സോ എ കാണാമെന്ന് പറഞ്ഞാൽ എയിനെ ഓയിലോട്ട് കണക്ട് ചെയ്യാം. ഡി കാണാമെന്ന് പറഞ്ഞാൽ ഡിനെ ഓയിലേക്ക് ഡയറക്റ്റ് വരയ്ക്കാം. സോ കാണാൻ പറ്റാത്ത ബിയും സിയുമാണ്. പക്ഷെ ബിയും സിയും ഓൾറെഡി എക്സ്ട്രീം മോട്ടോഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലെ റീചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. പ്രീവിയസ് സ്റ്റെപ്പിനെ ഒരിക്കലും നമ്മൾ തിരുത്താൻ പോകരുത്. ഓക്കെ അല്ലേ? സോ ഇനി നമ്മളെപ്പോഴും വിസിബിലിറ്റിക്ക് നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഡൈവർജിങ് എഡ്ജസ്, അകന്നു പോകുന്ന എഡ്ജസ് എപ്പോഴും വിസിബിൾ ആയിരിക്കും. കൺവെർജിങ് എഡ്ജസ്, അടുത്തോട്ട് വരുന്ന എഡ്ജസ് എപ്പോഴും ഇൻവിസിബിൾ ആയിരിക്കും. ഓർത്ത് വെച്ചോക്കെ, നമുക്കിനി ആവശ്യം വരും. ഓക്കെ, സോ നമ്മുടെ 4 ഫിഗർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ദാറ്റ് 5+5 5+5 10 മാർക്സിനുള്ള കണ്ടന്റ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്താ പറഞ്ഞേ? ക്വസ്റ്റിനകത്ത് പറഞ്ഞത് 1 ഓഫ് ദ ബേസ് എഡ്ജ് ഈസ് ഓൺ HP ആൻഡ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി ടു VP എന്ന് പറഞ്ഞു. സോ 45 ഡിഗ്രി ടു VP എന്നാ പറഞ്ഞേ. സോ VP ഇൻക്ലിനേഷൻ എവിടെ എടുക്കണം? HP എടുക്കണം. നമ്മൾ ലൈൻസിൽ പഠിച്ചതാണ്. സോ എന്ത് ചെയ്യണം? XY ആക്സിനകത്ത് ഒരു പോയിന്റ് സെലക്ട് ചെയ്യുക. 45 ഡിഗ്രി ഇൻക്ലിനേഷൻ ആണ് പറഞ്ഞത്. സോ 45 ഡിഗ്രി ഇൻക്ലിനേഷൻ എടുക്കാം. 45 ഡിഗ്രി ഇൻക്ലിനേഷൻ എടുത്തു. ഇനി എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. 1 ഓഫ് ദ ബേസ് എഡ്ജ് ഈസ് ഓൺ HP ആൻഡ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി ടു VP. ആൻഡ് ഇൻക്ലൈൻഡ് 45 എന്ന് മാത്രമേ അടുത്ത കണ്ടീഷനെ പറഞ്ഞോളൂ. സോ അതിനർത്ഥം ആ സെന്റൻസ് കൂടെ ചേർന്ന് വരുന്ന കണ്ടീഷൻ വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്കുക. എന്താ പറഞ്ഞേ? ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻ ഇഫ് 1 ഓഫ് ദ ബേസ് എഡ്ജ് ഈസ് ഓൺ HP എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ബേസ് ഫിഗറിലെ എഡ്ജ് കണ്ടീഷൻ അപ്ലൈ ചെയ്തു. അത് ഏതാ വന്നത്? റൈറ്റ് സൈഡിൽ വന്നു. അതിന്റെ പേര് BC. ആൻഡ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഏതിനാണ് കണ്ടീഷൻ അപ്ലൈ ചെയ്തത് അതിനെ തന്നെ വീണ്ടും ഇൻക്ലൈൻ ചെയ്യണം. അതല്ലെങ്കിൽ തന്നെ നോക്കി, നമ്മളെ ഈ തേർഡ് ഫിഗർ നോക്കിയാൽ ഇവിടെ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തിരിക്കുന്ന ഒരൊറ്റ പോയിന്റ് BC ആണ്, B', C'. സോ അത് മാത്രമേ, ഇനി അതിനെ ബേസ് ചെയ്ത് മാത്രമേ നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതായത് എന്താണ്? BCക്കാണ് ഇൻക്ലിനേഷൻ കൊടുക്കാനുള്ളത്. സോ ഏത് BC ആണ്? ലേറ്റസ്റ്റ് ഫിഗറിന്റെ BC. ലേറ്റസ്റ്റ് ഫിഗറിന്റെ BC എന്ന് വെച്ചാൽ 4ാമത്തെ ഫിഗറിന്റെ BC. സോ എന്ത് ചെയ്യാം? കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് 4th ഫിഗറിന്റെ BC ലെങ്ത് കോമ്പസ് മെഷർ ചെയ്യാം. അതിനെ കൊണ്ടുപോയി ഈ 45 ഡിഗ്രി ലൈനിൽ കട്ട് ചെയ്യാം. ഓക്കെ, ഇനി അതെങ്ങനെ ഇരിക്കുന്നത്? അതിരിക്കുന്നത് കണ്ടിന്യൂസ് ഡാഷ് ലൈൻ ആയിട്ടാണ്. ഇനി എന്ത് ചെയ്യാം? ഇവിടെ നിന്ന്, അപ്പൊ നമുക്ക് പേര് കൊടുക്കാം. ഇവിടെ നമുക്ക് സിയും ഇവിടെ ബിയും. ഇനി ഈ C ആൻഡ് B യൂസ് ചെയ്ത് നമുക്ക് ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്യാം. 4th ഫിഗർ എങ്ങനെ? നമ്മൾ പറഞ്ഞ അനുസരിച്ച് നമ്മുടെ 4th ഫിഗർ ഈസ് ഈക്വൽ ടു 5th ഫിഗർ. നമുക്ക് എങ്ങനെ കിട്ടും നോക്കാം. സോ എന്ത് ചെയ്യാം? ബിയിൽ നിന്ന് O വരെയുള്ള ലെങ്ത് മെഷർ ചെയ്യുക. 4th ഫിഗറിന്റെ അകത്തുള്ള ബിയിൽ നിന്ന് O വരെയുള്ള ലെങ്ത് മെഷർ ചെയ്യുക. ബിയിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കാം. അതുപോലെ 4th ഫിഗറിലുള്ള സിയിൽ നിന്ന് O വരെയുള്ള ലെങ്ത്, CO ലെങ്ത് മെഷർ ചെയ്യുക. സിയിൽ നിന്ന് ആർക്ക് കട്ട് ചെയ്യുക. സോ ദാറ്റ് O ജനറേറ്റ് ആവും. ഇത് നമുക്ക് ജോയിൻ ചെയ്യാം.
ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യം BC ലൈനിന് CD ലൈൻ പെർപെൻഡിക്കുലർ അല്ലേ, കാരണം എന്താ ഇവിടെ നിന്നുള്ള വെർട്ടിക്കൽ പ്രൊജക്ഷനും ഇവിടെ നിന്നുള്ള ഹൊറിസോണ്ടൽ പ്രൊജക്ഷനും. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ ഇപ്പോൾ വരച്ച 45 ഡിഗ്രി ലൈനിന്റെ അകത്തുള്ള സിയിൽ നിന്ന് ഒരു 90 ഡിഗ്രി ലൈൻ പ്ലേസ് ചെയ്യാം. അതുപോലെ ബിയിൽ നിന്നും ഒരു 90 ഡിഗ്രി ലൈൻ പ്ലേസ് ചെയ്യാം. അതിന്റെ അകത്തേക്ക് സിയിൽ നിന്ന് ഡി വരെയുള്ള ലെങ്ത് കോമ്പസിൽ മെഷർ ചെയ്യുക, സിയിൽ നിന്ന് കട്ട് ചെയ്യുക. ബിയിൽ നിന്ന് എ വരെയുള്ള ലെങ്ത് BA ലെങ്ത് മെഷർ ചെയ്യുക, ബിയിൽ നിന്ന് കട്ട് ചെയ്യുക. സോ ജോയിൻ ചെയ്യാം. സോ എന്ത് പേര് കൊടുക്കാം, DA. എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെയാണോ ഫോർത്ത് ഫിഗർ ഇരിക്കുന്നത് അതുപോലെ ഫിഫ്ത്ത് ഫിഗർ വരണം, വ്യത്യാസം വരാൻ പാടില്ല. സോ ദാറ്റ് എന്ത് ചെയ്യണം, എയിനെ ഓയിലോട്ട് കണക്ട് ചെയ്യാനുണ്ട്, അതുപോലെ ഡീനെ ഓയിലേക്ക് കണക്ട് ചെയ്യാനുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ AO ആൻഡ് DOയും കൂടെ ജോയിൻ ചെയ്ത് കഴിയുമ്പം എന്തായി, ഫോർത്ത് ഫിഗർ അതുപോലെ ഫിഫ്ത്തിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ സെറ്റ് കംപ്ലീറ്റ് ആയി അല്ലേ. ഓൾമോസ്റ്റ് നമ്മുടെ 5 ഫിഗർ ആയിട്ടുണ്ട്. 90% പരിപാടി കഴിഞ്ഞിരിക്കുവാണ്. ഇനി എന്ത് ചെയ്യാനുണ്ട്, അപ്പം 4 ഫിഗർ കഴിഞ്ഞാൽ 5ാമത്തെ ഫിഗർ, 4ാമത്തെ ഫിഗറിനെ അതുപോലെ 5ലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇനി 5ൽ നിന്ന് 6 വരയ്ക്കണം. 6 വരയ്ക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എന്താണ്, നമ്മൾ എന്ത് പറഞ്ഞു, ഫോർത്ത് ഫിഗറിൽ എന്ത് പ്രൊസീജിയർ അപ്ലൈ ചെയ്തു അത് അതുപോലെ 6th വീണ്ടും റീഅപ്ലൈ ചെയ്യണം. സോ നെയിമുള്ള പോയിന്റ്സിൽ നിന്നെല്ലാം വെർട്ടിക്കൽ പ്രൊജക്ഷൻസ്. സോ എന്ത് ചെയ്യാം, എല്ലാ പോയിന്റ്സിൽ നിന്നും വെർട്ടിക്കൽ പ്രൊജക്ഷൻസ്. അതുപോലെ തേർഡ് ഫിഗറിൽ നിന്ന് ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ. ഇനി എന്ത് ചെയ്യാം, പോയിന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാം. എന്താ നമ്മൾ പറഞ്ഞേ, തേർഡ് ഫിഗറിലുള്ള A' നിന്നുള്ള ഹൊറിസോണ്ടൽ ലൈനും ഫിഫ്ത്ത് ഫിഗറിലുള്ള Aയിൽ നിന്നുള്ള വെർട്ടിക്കൽ ലൈനും പോയിന്റ് ഡോട്ട് ചെയ്ത് A എന്ന് പേര് കൊടുക്കാം. അതുപോലെ B, തേർഡ് ഫിഗറിലുള്ള B' നിന്നുള്ള ഹൊറിസോണ്ടൽ ലൈനും ഫിഫ്ത്ത് ഫിഗറിലുള്ള Bയിൽ നിന്നുള്ള വെർട്ടിക്കൽ ലൈനും B. സോ അതുപോലെ C' നിന്നുള്ള ഹൊറിസോണ്ടലും Cയിൽ നിന്നുള്ള വെർട്ടിക്കലും C. D' നിന്നുള്ള ഹൊറിസോണ്ടലും Dയിൽ നിന്നുള്ള വെർട്ടിക്കലും D. ഇനി എന്തുണ്ട്, O' നിന്നുള്ള ഹൊറിസോണ്ടലും Oയിൽ നിന്നുള്ള വെർട്ടിക്കലും. സോ പോയിന്റ്സിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം, എക്സ്ട്രീം ഔട്ടേഴ്സിനെ ജോയിൻ ചെയ്ത് ക്ലോസ്ഡ് ഫിഗർ ഉണ്ടാക്കണം. എക്സ്ട്രീം ഔട്ടേഴ്സിനെ ജോയിൻ ചെയ്ത് ക്ലോസ്ഡ് ഫിഗർ ഉണ്ടാക്കണം. എന്ത് ചെയ്യാം, ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്കെയിൽ വെച്ച് നോക്കുക, വരയ്ക്കുമ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ലൈനിന്റെ ഒരു സൈഡ് ബ്ലാങ്ക് ആയിട്ട് വരണം. ഓൾ അതർ പോയിന്റ്സ് കോൺസെൻട്രേറ്റഡ് ടു എ സിംഗിൾ സൈഡ്. അങ്ങനെ വരയ്ക്കുമ്പോൾ ഏതൊക്കെ വരയ്ക്കാം, ഓയിൽ നിന്ന് D ജോയിൻ ചെയ്യാം, അല്ലേ? ഓയിൽ നിന്ന് D ജോയിൻ ചെയ്യാം, ഓയിൽ നിന്ന് B ജോയിൻ ചെയ്യാം, അതുപോലെ Bയിൽ നിന്ന് C ജോയിൻ ചെയ്യാം, Cയിൽ നിന്ന് D ജോയിൻ ചെയ്യാം. സോ ഇത്ര ആയപ്പോഴത്തേക്ക് എന്തായി, എക്സ്ട്രീം ഔട്ടേഴ്സിനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. എക്സ്ട്രീം ഔട്ടേഴ്സ് ഓക്കെ ആണോ? സോ എക്സ്ട്രീം ഔട്ടേഴ്സിനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത് എന്ത് ചെയ്യണം, വിസിബിലിറ്റി ചെക്ക് ചെയ്യണം. വിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ എന്താ നമ്മൾ പറഞ്ഞത്, കംപ്ലീറ്റ് ആയ ഫിഗറിനെ നെക്സ്റ്റ് കംപ്ലീറ്റ് ആവാനുള്ള ഫിഗറിന്റെ ഡയറക്ഷനിലോട്ട് വ്യൂ ചെയ്യണം. എന്താണ് നമ്മൾ എന്ത് പറഞ്ഞു, ഈ ആരോ ഡയറക്ഷനിലോട്ട് വ്യൂ ചെയ്യണം. സോ ആരോ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ബേസിനെ ഐഡന്റിഫൈ ചെയ്യണം. ബേസ് എന്ന് പറയുമ്പോൾ ക്രോസ് സെക്ഷൻ ഷേപ്പ്. സോ ഈ ആരോ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഡൈവർജിങ് എഡ്ജസ് വിസിബിൾ ആയിരിക്കും, കൺവർജിങ് എഡ്ജസ് ഇൻവിസിബിൾ ആയിരിക്കും. ഇനി ഈ ആരോ ഡയറക്ഷനെ വ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സിംഗിൾ ആരോ ഡയറക്ഷനിൽ നിന്ന് തന്നെയാണ് നമ്മൾ ബേസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ളത്, ലാറ്ററലും ചെയ്യാനുള്ളത്. സോ കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് നോക്കാനുണ്ട്. സോ അതുകൊണ്ട് നമുക്കൊരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് നമ്മളെ ഫിഫ്ത്ത് ഫിഗറിന്റെ അകത്തുള്ള ക്രോസ് സെക്ഷൻ ഷേപ്പിനെ മാത്രം അനലൈസ് ചെയ്യാം. എന്നുവെച്ചാൽ എന്താണ്, സ്ക്വയർ ആണ് ഇവിടുത്തെ ക്രോസ് സെക്ഷൻ ബേസ് ഷേപ്പ്, അതിനെ മാത്രം അനലൈസ് ചെയ്യും. അതല്ലാണ്ട് അതൊരു പ്രിസമാണെന്നോ പിരമിഡ് ആണെന്നോ തൽക്കാലം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ ഈ ആരോ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുന്ന സമയത്ത്
നമുക്കെന്താ സ്ക്വയർ മാത്രമാണെങ്കിൽ ABCD എന്ന് പറയുന്ന സ്ക്വയർ മാത്രമേ അവിടെ ഉള്ളൂ എങ്കിൽ നമ്മൾ ഈ ആരോ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന ലൈൻസ് ഏതൊക്കെയാണ്? AB വിസിബിൾ ആണ്, AD വിസിബിൾ ആണ് അല്ലേ? ABയും വിസിബിൾ ആണ്, ADയും വിസിബിൾ ആണ്. സോ AB വിസിബിൾ എന്ന് പറഞ്ഞാൽ ABനെ ഡാർക്ക് ആയിട്ട് വരയ്ക്കണം. AD വിസിബിൾ എന്ന് പറഞ്ഞാൽ ADനെ ഡാർക്ക് ആയിട്ട് വരയ്ക്കണം. സോ വരച്ചു. ഇനി നമുക്ക് കാണാൻ പറ്റാത്ത ഏതൊക്കെയുണ്ട്? BC കാണാൻ പറ്റത്തില്ല. പക്ഷെ BC നമ്മൾ എന്ത് ചെയ്തു? എക്സ്ട്രീം ഔട്ടേഴ്സിൽ വരച്ചു. പ്രീവിയസ് സ്റ്റെപ്പിൽ വരച്ചതിന് നമ്മൾ ഒരിക്കലും എക്സ്ട്രീം ഔട്ടേഴ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടി വരച്ചതിനെ ഒരിക്കലും പിന്നീട് റീറൈറ്റ് ചെയ്യരുത്. അതുപോലെ DC ഇൻവിസിബിൾ ആണ്. പക്ഷെ DC നമുക്ക് എന്താ എക്സ്ട്രീം ഔട്ടേഴ്സിലാണ് വന്നത്, നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി എന്ത് ചെയ്യാം? ബേസിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ലാറ്ററൽ ഫേസസിനെ കണ്ടുപിടിക്കണം. ലാറ്ററൽ ഫേസിനെ കണ്ടുപിടിക്കാനായിട്ട് ഈ സെയിം ആരോ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുക. വ്യൂ ചെയ്യുമ്പോൾ ഇത്തവണ ഏതൊക്കെ പോയിന്റ്സ് ആണ് വിസിബിൾ എന്നാണ് അറിയാനായിട്ട്. നമ്മളെ ബേസ് ഷേപ്പിനെ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ ലൈൻസ് ആണ് വിസിബിൾ എന്ന് നോക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ലാറ്ററൽ സർഫസിനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഏതൊക്കെ പോയിന്റ്സ് ആണ് വിസിബിൾ എന്ന് നോക്കാം. സോ നമുക്ക് ഏതൊക്കെ പോയിന്റ്സ് വിസിബിൾ ആയിരിക്കും? ഈ ആരോ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന പോയിന്റ് ഒന്ന് A, B ആൻഡ് D, 3 പോയിന്റ് വിസിബിൾ ആണ്. കാണാൻ പറ്റാത്ത പോയിന്റ് C മാത്രമാണ്. സോ കാണാൻ പറ്റുന്നത് A, B ആൻഡ് D. സോ അതിനെല്ലാം Oയിലേക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്യാം. സോ A വിസിബിൾ ആണ്. സോ Aനെ നമുക്ക് എന്ത് ചെയ്യാം? Oയിലേക്ക് കണക്ട് ചെയ്യാം. B വിസിബിൾ ആണ്. B ഓൾറെഡി ഓയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. D വിസിബിൾ ആണ്. D ഓൾറെഡി വരച്ചിട്ടുണ്ട്. ഇനി കാണാൻ പറ്റാത്തത് ഏതാണ്? കാണാൻ പറ്റാത്തത് C ആണ്. C കാണാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇൻവിസിബിൾ ആയിട്ട് വരയ്ക്കാം. സോ Cനെ ഓയിലേക്ക് എങ്ങനെ വരയ്ക്കാം? ഇൻവിസിബിൾ ആയിട്ട് വരയ്ക്കണം. ഇൻവിസിബിൾ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ഡാഷ് ലൈൻ ആയിരിക്കണം. ഓക്കെ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാവുമ്പോൾ നമ്മുടെ സോളിഡ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. സോ വളരെ ശ്രദ്ധിച്ചാണ് വരയ്ക്കാൻ. ഇത് നിങ്ങൾ വീഡിയോ കണ്ടതിനോടൊപ്പം തന്നെ ചെയ്തു പോകാൻ ട്രൈ ചെയ്യുക. അതല്ലെങ്കിൽ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഉടനെ ചെയ്യുക. ഓക്കെ അല്ലേ? കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ ട്രിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എളുപ്പമാണ്. നമ്മൾ ലൈൻസിൽ പറഞ്ഞ പോലെ എപ്പോഴും ഒരു ടോപ്പിക്കിൽ ഒരു സിംഗിൾ പ്രൊസീജിയറും അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടീവ് പ്രൊസീജിയേഴ്സും മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? സോ അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഫ്ലോ പാറ്റേൺ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ഏത് ടോപ്പിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? സോ ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് അതിൻ്റെ നിങ്ങൾ കണ്ടത് എന്താണോ അത് മറന്നു പോകുന്നതിന് മുന്നേ, ആ കോൺസെപ്റ്റ് വിട്ടുപോകുന്നതിന് മുന്നേ വേഗം ഒന്ന് ട്രൈ ചെയ്തേ. വേഗം ട്രൈ ചെയ്തേ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്യാനായിട്ട് 30 മിനിറ്റ്സ് ആണ് ടൈം. ഈ 30 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സോളിഡ്സിനെ സംബന്ധിച്ചൊരു ടാസ്ക്കാണ്. സോ അതുകൊണ്ട് നിങ്ങൾ കൈ വഴങ്ങി വരാനായിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ്. ആക്സിസിൻ്റെ ഇൻക്ലിനേഷൻ, കാരണം ആക്സിസിൻ്റെ ഇൻക്ലിനേഷൻ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു 180 - 90 + θ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. സോ അതെങ്ങനെ വന്നു നമ്മൾ പറഞ്ഞു. അതിനുശേഷം ലാസ്റ്റത്തത് റസ്റ്റിംഗ് ബേസ് എഡ്ജ് ഇൻക്ലിനേഷൻ അല്ലേ? ഇവിടെ നമുക്ക് റസ്റ്റിംഗ് ബേസ് എഡ്ജ്, തേർഡ് ഫിഗറിലെ റസ്റ്റിംഗ് ബേസ് എഡ്ജ് B', C' ആണ്. അതിനെയാണ് നമുക്ക് ഇൻക്ലൈൻ ചെയ്യേണ്ടി വന്നത്. ഓക്കെ, സോ എത്ര വേഗം ചെയ്തേ.